ദൈവത്തോട് കളിക്കുന്നത്. ഒരു നിമിഷം ദൈവത്തെ കണ്ട് സംസാരിക്കുവാൻ സാധിക്കുന്നത് വലിയൊരു കാര്യമാണ്. നമ്മുടെ ഏത് ജീവിത സന്ദർഭത്തിലും ദൈവം തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതായ ആ വലിയ ഉറപ്പാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ആ ഉറപ്പിലാണ് നമുക്ക് ജീവിക്കാനുള്ളത്. നമ്മൾ എന്തെല്ലാം നേടിയാലും ബാഹ്യമായി എന്തെല്ലാം സമ്പാദിച്ചാലും ദൈവ സാന്നിധ്യം നമ്മിലില്ല എങ്കിലും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. പ്രതിസന്ധികളെ അനേകം തരണം ചെയ്ത ദാവീദ് രാജാവ് 16-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എന്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കിളിക്ക് പോവുകയില്ല. എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ ജഡവും നിർഭയമായി വസിക്കും. വലിയ ആശ്വാസമാണ് ദൈവം തമ്പുരാൻ നമുക്ക് നൽകുന്നത്. ഏത് പ്രതിസന്ധിയിലും തന്നെ അന്വേഷിക്കുന്നവർക്ക് മുഖം തിരിക്കാതെ മുഖത്തോട് മുഖം സംസാരിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നുവെന്ന് 14-ാം സങ്കീർത്തനത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഹൃദയം നുറങ്ങിയവർക്ക് അവന് സമീപസ്ഥനാണ്. ഹൃദയ നുറുക്കത്തോടുകൂടെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായിട്ടും നമുക്കത് സാധ്യമായി തീരും. ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ കഴിയും. അപ്പോൾ ദൈവത്തെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ദൈവമായ ബന്ധത്തിൽ നാം നിലനിന്നതിനെ സാധിക്കുകയുള്ളൂ. അതിനാണ് സഭയുടെ പിതാക്കന്മാർ തന്നെ എപ്പോഴും ഓർപ്പിക്കുന്നത്, 7 നേരത്തെ പ്രാർത്ഥനകൾ, വേദപുസ്തക പഠനം, അതുപോലെ കൂദാശകളുടെ അനുഭവം. ഇതെല്ലാമാണ് ആ ദൈവസാന്നിധ്യ ബോധത്തിന് നമ്മെ പ്രേരിപ്പിക്കുന്നത്. ദൈവസാന്നിധ്യ ബോധം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകുന്നതല്ല. എന്നാൽ അത് ഈ കർമ്മങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ, ആത്മാർത്ഥമായി അത് നിർവഹിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ്. വേദപുസ്തകം വായിക്കുന്നവർ ആ വായിക്കുന്നതായ വേദഭാഗങ്ങൾ തങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങളുമായി താരതമ്യം ചെയ്ത് ധ്യാനിക്കുന്നതായ സമയത്താണ് ദൈവം കൂടെയുള്ള അനുഭവം അവർക്ക് ബോധ്യമാകുന്നത്. അതുപോലെ തന്നെ നോമ്പ് ഉപവാസം എടുക്കുന്നവര് നോമ്പിലെ ഉപവാസത്തിലും എന്തെങ്കിലും തരത്തിലുള്ളതായ ഒരു സാങ്കേതിക ജ്ഞാനമല്ല നമുക്ക് കിട്ടുന്നത്. നേരെ മറിച്ച് അതിൽ കൂടി ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ സാന്നിധ്യവും അനുഭവിക്കുക എന്നുള്ളതാണ്. നാം നമ്മെ നിയന്ത്രിക്കുമ്പോൾ ആ നിയന്ത്രണത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അതിനാണ് നോമ്പും ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ നമ്മെ സഹായിക്കുന്നത്. ദൈവത്തോടുകൂടി ആയിരിക്കുന്നു എന്നുള്ളതാണല്ലോ ഉപവാസം എന്ന് പറയുന്നതെന്ന് മനസ്സിലാകും. അത് അർത്ഥപൂർണമാകുന്നത് എപ്പോഴും വേദവായനയോടുകൂടെയും ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യിച്ച് ഉദാശകളുടെ അനുഭവത്തോടു കൂടിയാണ്. ആ ഉദാശകളുടെ അനുഭവത്തിൽ നമ്മൾ വളരുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ കൃപ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമുക്കുണ്ടാകുക. സകലത്തെയും പൂർണ്ണമാക്കുന്നവനായ പരിശുദ്ധ റൂഹ നമ്മളോടുകൂടി ഇരുന്നെങ്കിൽ മാത്രമേ നമുക്ക് പരിമിതികളും പരാതികളും ഉള്ളതിനെയെല്ലാം അതിജീവിച്ച് പരിശുദ്ധവും പരിപൂർണവുമായ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. അതിനാണ് നമ്മളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് നാം ചെയ്തിരിക്കണം. നമ്മളെപ്പോഴും മനസ്സിലാക്കുന്നുണ്ട്, ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകും. മനുഷ്യനാൽ അസാധ്യമായ ദൈവത്താൽ സാധ്യമാകുന്നത് മനുഷ്യനാൽ സാധ്യമായത് മനുഷ്യൻ ചെയ്യുമ്പോഴാണ്.
നമുക്ക് നമ്മുടെ രോഗങ്ങൾ സൗഖ്യമാക്കാനോ നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും മാറ്റുവാനോ അല്ലെങ്കിൽ നമ്മുടെ കടബാധ്യതകൾ ഒഴിവാക്കാനോ അല്ലെങ്കിൽ നമ്മളെ ബാധിക്കുന്നതായ വലിയ മാനസികവും ശാരീരികവുമായ വെല്ലുവിളികളെ നേരിടുവാനോ ഒന്നും നമുക്ക് കഴിയില്ല. എന്നാൽ അത് ദൈവം വിചാരിച്ചാൽ നടക്കും. പക്ഷെ ദൈവം വിചാരിച്ചാൽ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച് നടപ്പാക്കേണ്ടത് നമ്മൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ദൈവം ചെയ്യൂ. മനുഷ്യനാൽ അസാധ്യമായത് മാത്രമേ ദൈവത്താൽ സാധ്യമാകുന്നു. പക്ഷെ മനുഷ്യനാൽ സാധ്യമായത് മനുഷ്യൻ ചെയ്യണം. അതിനാണ് നമ്മൾ പറയുന്നത് വേദപുസ്തക വായന നമ്മളെ കൊണ്ട് സാധ്യമാണ്, ഉപവാസം എടുക്കുന്നത് നമ്മളെ കൊണ്ട് സാധ്യമാണ്, നോമ്പെടുക്കുന്നത് നമ്മളെ കൊണ്ട് സാധ്യമാണ്, കുമ്പസാരിക്കുന്നത് നമ്മളെ കൊണ്ട് സാധ്യമാണ്, കുർബാന അനുഭവിക്കുന്നത് കൊണ്ട് നമുക്ക് സാധ്യമാണ്. ഈ സാധ്യതകളെല്ലാം നമ്മൾ ഇതുപോലെയുള്ള സാധ്യതകൾ നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ ചെയ്തു കഴിയുമ്പോൾ നമ്മെ കൊണ്ട് കഴിയാത്തതായ ഒത്തിരി കാര്യങ്ങൾ ഈ ലോകത്തിലുണ്ട്. ഞാൻ എൻ്റെ ശരീരം കൊണ്ടോ പണം കൊണ്ടോ ബുദ്ധി കൊണ്ടോ ആരോഗ്യം കൊണ്ടോ ഒന്നും പരിഹരിക്കാൻ പാടില്ലാത്ത പല പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരും. അപ്പൊ അതൊന്നും നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റിയല്ല, അത് ദൈവത്തെ കൊണ്ട് പരിഹരിക്കാൻ പറ്റും. പക്ഷെ നമ്മളെ കൊണ്ട് സാധിക്കുന്നത് നമ്മൾ ചെയ്തു കഴിയുമ്പോൾ നമ്മളെ കൊണ്ട് സാധിക്കാത്തത് ദൈവം നമുക്ക് ചെയ്തു തരും. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. അത് ചെയ്യുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കാൻ നമുക്ക് കഴിയുക എന്നുള്ളത്. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. ദൈവം വിചാരിക്കുന്ന പോലെയാണ്. ദൈവത്തിന്റെ ഇഷ്ടമാണ് നമ്മൾ നടക്കേണ്ടത്, നമ്മുടെ ഇഷ്ടമല്ല. സങ്കീർത്തനക്കാരൻ 37-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, നിന്റെ വഴി യഹോവയെ പരിമേൽപ്പിക്കുക, അവൻ തന്നെ ആശ്രയിക്കുക, അവനെ നിർവഹിക്കും. നമ്മൾ വഴിവിട്ടു പോകാതെ നമുക്ക് വെട്ടേണ്ടതായ വഴി ദൈവം വെട്ടാനായിട്ട് അനുവദിക്കുക. നിശ്ചയമായിട്ട് ദൈവം നമുക്ക് വഴിവെട്ടി തരും. അതല്ലാതെ നമ്മൾ വഴിവെട്ടിയിട്ട് ദൈവം അതിലെ വരണമെന്ന് പറഞ്ഞാൽ നടക്കുകയില്ല. നമ്മുടെ വഴിയെ ദൈവം വരികയല്ല, ദൈവത്തിന്റെ വഴിയെ നമ്മൾ പോവുകയാണ് ആവശ്യമായത്. അതാണ് നമുക്ക് ഏറ്റവും ആവശ്യം. ദൈവം അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിന്റെ മക്കളായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ പോകുന്നതായ സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്തതായ അനുഭവങ്ങൾ നമ്മൾ കൂടെ കടന്നു പോകാം. പക്ഷെ അതിനെ അതിജീവിക്കാൻ ദൈവത്തെ കൊണ്ട് കഴിയും. അഥവാ അതിനെ അതിജീവിച്ച് നന്മയിൽ വളർത്തുവാൻ ദൈവത്തെ കൊണ്ടുവരും. അതാണ് നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി ആദരിപ്പിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അത് റോമാലേഖനം 8-ാം വാക്യത്തിൽ പോലീസുകാരനെ ഓർപ്പിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്നതായ എല്ലാം നമ്മുടെ നന്മയ്ക്കാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതൊരു പക്ഷേ അപകടമാകാം, രോഗമാകാം, വിജയമാകാം, സന്തോഷമാകാം, സംതൃപ്തിയാകാം, അങ്ങനെ പലതരത്തിലുള്ളതാകാം. എന്തായിരുന്നാലും എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്നിരുന്ന അതെല്ലാം ദൈവം നന്മയ്ക്കായിട്ട് നമുക്ക് വേണ്ടി ചെയ്യുന്നതാണ് എന്നോർക്കണം. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ രോഗത്തിലോ മാറ്റത്തിലോ വേദനയിലോ ഒക്കെ നമുക്ക് പ്രയാസം തോന്നാം. പക്ഷേ അതെല്ലാം ദൈവം നന്മയ്ക്കായിട്ട് ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കുന്നത് കുറേയേറെ കാലം നമുക്ക് കഴിയേണ്ടി വരും. ആ ഒരു സമയത്ത് നമുക്ക് സാധിച്ചെന്നിരിക്കുകയില്ല. പക്ഷേ ആത്യന്തികമായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതൊക്കെ ദൈവം എനിക്ക് നന്മയ്ക്കായിട്ട് ചെയ്തു എന്ന് മനസ്സിലാക്കാനുള്ളത്. അതിനുള്ളതായിരിക്കുന്ന ഒരു വീക്ഷണം ദൈവം നമുക്ക് നന്മയ്ക്കേ ചെയ്യുള്ളൂ. നമ്മയ്ക്ക് തിന്മയ്ക്കായിട്ട് ദൈവം ഒന്നും ചെയ്യുകയില്ല. അത് വേദനകളായാലും നൊമ്പരങ്ങളായാലും രോഗങ്ങളായാലും അപകടങ്ങളായിരുന്നാലും പരീക്ഷണങ്ങളായിരുന്നാലും അതെല്ലാം ദൈവം നന്മയ്ക്ക് ചെയ്യുന്നതാണ്. എന്തോ ദൈവം അതിൻ്റെ കൂടി ഒരു നന്മ ഉദ്ദേശിക്കുന്നു. അതെന്താണെന്ന് നമുക്കറിയാൻ പാടില്ല. പക്ഷെ നമുക്കറിയാൻ പാടില്ലാത്തത് കൊണ്ട് സത്യം സത്യമല്ല എന്ന് പറയാനൊക്കെ. അനേക സത്യങ്ങൾ, ലോകത്തിന്റെ സത്യങ്ങളുണ്ടല്ലോ, നമുക്ക് പലതും അറിയാൻ പാടില്ല. പക്ഷെ അതുകൊണ്ട് നമുക്കറിയാൻ പാടില്ല എന്നുകൊണ്ടുള്ള സത്യം സത്യമല്ലാതിരിക്കുകയാണ്. അതുപോലെ ദൈവം ചെയ്യുന്നതിന്റെ ലക്ഷ്യം എന്താണ്, അത് ദൈവത്തിനറിയാം. അത് നമുക്കറിയാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് അത് സത്യമല്ല എന്ന് നമുക്ക് പറയാനൊക്കെ. അതിനെയാണ് നമുക്ക് ദൈവത്തിൽ സാധനപ്പെട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ദൈവം നമ്മുടെ മുമ്പാകെ വെച്ചിരിക്കുന്നു, ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ നടത്തുന്നു. എന്തായിരുന്നാലും ദൈവത്തിന്റെ ആ കൃപയും അനുഗ്രഹങ്ങളും നമുക്ക് എപ്പോഴും ഉണ്ടാകുവാൻ നമ്മുടെ
ജീവിത ശൈലി കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുമുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകും. മോശയുടെ പ്രാർത്ഥനയിൽ പറയുന്ന പോലെ നമുക്കെപ്പോഴും കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. ആ ശാശ്വത ഭുജങ്ങളാണ് നമ്മെ എപ്പോഴും വഴി നടത്തുന്നത് എന്ന് ഓർമ്മിക്കുക. ദൈവം ഈ അവസരം തന്നതിന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ നിങ്ങളുടെ പ്രാർത്ഥനയിൽ സംബന്ധിക്കുവാൻ ഒരു അവസരം ലഭിച്ച സന്തോഷം. നിങ്ങളെല്ലാവരെയും ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചൊല്ലുന്നു. വിശുദ്ധ ബാവ തിരുമേനിയുടെ അനുഗ്രഹീതമായ ഒരു സന്ദേശം നമ്മൾ പെട്ടെന്ന് കേട്ട് കഴിഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചത് ഭദ്രാസന മെത്രാപ്പോലീത്ത അഭിവന്യ ഡോക്ടർ തോമസ് മാർ ഇവാനിയോസ് തിരുമേനിയാണ്. നോമ്പിന്റെയും ഉപവാസത്തിന്റെ അനുഭവത്തിൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും അത് മുഖാന്തരം ഒരാളുടെ ജീവിതത്തിനും കുടുംബ ബന്ധങ്ങൾക്കും സഭാ ജീവിതത്തിനുമൊക്കെ ലഭിക്കപ്പെടുന്ന അനുഗ്രഹങ്ങളെയൊക്കെ വളരെ വിശദമായും കൃത്യമായ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന നമ്മുടെ വലിയ ഇടയൻ തിരക്കിനിടയിലും ഞങ്ങളോടൊപ്പം അല്പസമയം കണ്ടെത്തുകയും ഞങ്ങളെ സ്നേഹിക്കുന്നതിന്റെ പ്രതീകമായിട്ട് അനുഗ്രഹീതവും ഉത്തമവും ഹ്രസ്വവുമായ ഒരു സന്ദേശം ഞങ്ങൾക്ക് നൽകി യാത്രാമധ്യേ ഞങ്ങളെ അനുഗ്രഹിച്ചതിൽ ഈ ഭദ്രാസനത്തിന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, ഇതിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടിയും പരിശുദ്ധ പിതാവിന്റെ തൃപ്പാദങ്ങളിൽ ഞങ്ങളുടെ ഹൃദ്യമായ സ്നേഹവും വിനയവും അറിയിക്കുന്നു. യാത്ര അനുഗ്രഹപ്രദമാകട്ടെ. പദ്ധതികളെല്ലാം ദൈവം തമ്പുരാന്റെ കൃപ കൊണ്ട് നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവിനെ നമുക്കെല്ലാം ഇന്ന് വെള്ളിയാഴ്ച ഇങ്ങനെ കാണുവാനായിട്ട് ദൈവം നൽകിയ ഭാഗ്യത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടും ഇതിന് ക്രമീകരണങ്ങൾ ബൈജു ജോൺസൺ അച്ഛൻ, പരിശുദ്ധ പിതാവിന്റെ സെക്രട്ടറി, അത് ചെയ്തു തന്നതിൽ അച്ഛനോടുള്ള സന്തോഷം അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ ബാക്കി ഭാഗം തുടരുകയാണ്. പരിശുദ്ധ പിതാവ് യാത്രയുടെ ഭാഗമായതിനാൽ തുടർന്ന് സംബന്ധിക്കുമോ എന്നുള്ളത് പരിശുദ്ധ പിതാവിന്റെ സമയക്രമീകരണം അനുസരിച്ചായിരിക്കും എന്നുള്ള കാര്യവും സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി പിതാവിനോടുള്ള നന്ദി ഞങ്ങൾ പ്രത്യേകമായിട്ട് വിനയപൂർവ്വം പ്രകാശിപ്പിക്കുന്നു.